സാർ ഇതുവരെ പോയില്ലേ? എന്താ ഇവിടെ ഇരിക്കുന്നെ? എടോ, താൻ വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടടക്കാൻ ശ്രമിക്കരുത്. മാത്രമല്ല, തനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ പറഞ്ഞു. ഒപ്പം എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ്സും കൂടെ താൻ കാണിക്കണം. അതാണ് അതിന്റെ ഒരു മര്യാദ. സാറിന് പറയാനുള്ളത് എന്താന്ന് എനിക്കറിയാം. എന്റെ പരിശുദ്ധിയും ചാരിത്രത്തിലുമുള്ള വിശ്വാസം, മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല എന്നുള്ള തീരുമാനം, അങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്തുവാടോ ഇത്? എന്റെ നാവ് കൊണ്ടാണോ താൻ സംസാരിക്കുന്നത്? അല്ല, എന്റെ നാവ് കൊണ്ട്. ഒരു ആകർഷണത്തിന്റെ പേരിൽ ഇപ്പൊ അങ്ങനെയൊക്കെ പലതും തോന്നും സാറിന്. പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്ന കഥ അത് വേറെയാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവ എന്റെ അമ്മയെ അച്ഛനിട്ടിട്ട് പോയതിലും വലിയ പാടമൊന്നും എനിക്ക് വേണ്ട സാറേ. ആണുങ്ങൾ എന്നും ആണുങ്ങൾ തന്നെയാ. എന്റെ കൊച്ചു ജീവിതത്തിൽ അതാ ഞാൻ മനസ്സിലാക്കിയത്. എടോ ശാരിക, ഞാനൊന്ന് പറയുന്നതാണെന്ന് സാർ ഇനി ഇവിടെ ഇരുന്ന് സമയം കളയരുതെന്ന എന്റെ അപേക്ഷ. പറഞ്ഞല്ലോ, എന്റെ അവസാന തീരുമാനം ഇത്. കടയിൽ ജോലിക്ക് ആള് കുറവാ, എനിക്ക് പോണം. സാർ പോവാൻ നോക്ക് പ്ലീസ്. സ്ഥലമെത്തിന്ന് തോന്നുന്നു. ഇറങ്ങാം. വാ. ആചാരെ വാ. ശരി ആചാരെ, കാണാം. മോനെ താങ്ക്സ്. അടിച്ച് പൊളിക്ക ആചാരെ. ശരി, കേറിക്കോ. ശരി, ആ റൈറ്റ്. അല്ല, ഇയാളുടെ ഏതോ ഫ്രണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഒന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫോ? ഇനി എന്ത് ചെയ്യും? ഇയാള് പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടോ, ഇവിടെ ഈ നേരത്തെ ഇയാളുടെ പ്രായത്തുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കാന്നോ? എടോ, ഈ പ്രദേശം അത്ര ശരിയല്ല. എനിക്കറിയാവുന്നോണ്ട് ഞാൻ പറയാ. എങ്കിൽ ഞാനേ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ വെയിറ്റിംഗ് റൂം ഉണ്ടല്ലോ, അവിടെ സേഫ് ആയിരിക്കുമല്ലോ. എടോ, ഇയാളുടെ ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ വരെ അവിടെ ഇരിക്കാലോ. എന്നിട്ട് പരീക്ഷയ്ക്ക് സമയമാകുമ്പോ എക്സാം സെന്ററിലേക്ക് പോയാൽ മതിയല്ലോ. എടോ, റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാന്നോ? ഇയാൾക്ക് നാളെ പരീക്ഷയല്ലേ, പഠിക്കണ്ടേ? ആ ഒച്ചടിയും ബഹളത്തിനിടയിൽ എങ്ങനെ ഏകാഗ്രത കിട്ടാനാ? എടോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രാത്രി തങ്ങാനെ നമുക്കൊരു റൂം എടുക്കാം. എന്താ? നമുക്കൊരു റൂം എടുക്കാന്ന്. റൂമൊന്നും വേണ്ട. ചേടാ, കാശിന്റെ കാര്യം ആലോചിച്ചിട്ടാ. എടോ, അതൊന്നും താൻ പേടിക്കണ്ട. താൻ വാ. എടോ, പാതിരാത്രിക്ക് വിജനമായിട്ടുള്ള ഈ നടു റോഡിൽ നിൽക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് അന്യനാട്ടില്. മനസ്സിലായ? വാ, നമുക്ക് ഓട്ടോ മറ്റോ കിട്ടോ നോക്കാം. വരാനല്ലേ പറഞ്ഞു.
ഒരു ഓട്ടോ വരുന്നുണ്ട്, വാ. ഹലോ, ഓട്ടോ. അണ്ണാ ഓട്ടോ. വാ കയറി. അണ്ണാ, ഈ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഏതാவது ഹോട്ടലിലേക്ക് പോകുമ്പോ சரி சார். ആ. സാറെന്താ ഈ സമയത്ത് ഇവിടെ? അല്ല, വീട്ടിലാരും ഇല്ലേ? കുറച്ചു നേരമായി സാറ് വന്നിട്ട്. വീട്ടില് ആളുണ്ട് ശാരദാമ്മേ, ഞാൻ വന്നിട്ടും കുറെ നേരമായി. പക്ഷേ അന്യന്മാർക്ക് പുറത്താണ് ഇരിപ്പിടമെന്നാ എനിക്ക് കിട്ടിയ നിർദ്ദേശം. രാജീവ് സാർ ഞങ്ങൾക്ക് അന്യനാണെന്നോ? ഇതെന്താ തമാശയാണോ? ആരാ ഈ നിർദ്ദേശം തന്നെന്ന് മനസ്സിലായില്ല. അതൊക്കെയുണ്ട്. സത്യം പറഞ്ഞ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് തന്നെയാ ഞാൻ സ്വയം പരിഗണിച്ചിരിക്കുന്നത്. അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതും. പക്ഷേ എന്തു പറ്റി? ഒറ്റ വാക്കുകൊണ്ട് ഒരാളെ ബന്ധം മുറിച്ചളഞ്ഞു ശാരദാമ്മേ. ആര്? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആള് തന്നെയാ. മനസ്സുകൊണ്ട് മാലയിട്ട് ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ പെൺകുട്ടി ശാരിക. അവളെന്ത് പറഞ്ഞു സാറിനോട്? അവക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന്. എന്റെ ദേവി, അങ്ങനെ പറഞ്ഞോ? എന്താ ഇപ്പം അങ്ങനെ? ഈ ബോബൻ ജോണിന്റെ വീട്ടിലുണ്ടായ കാര്യങ്ങള് കൃഷ്ണൻകുട്ടി അമ്മാവ് ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ? ജീവിതകാലം മുഴുവനും അത് തീരാത്ത കളങ്കമായി കിടക്കുമെന്നാണ് ശാരികയുടെ ഭയം. ജീവിതം നിത്യനരകമായിട്ട് തീരാതിരിക്കാൻ എന്നോട് വേറെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിരിക്കുക. എന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്. ഇവളെന്താ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കും അറിയത്തില്ല ശാരദാമ്മേ ഇനി എന്താ വേണ്ടെന്ന്. കല്യാണം നിശ്ചയം സംസാരിക്കാൻ തക്കലെ നിങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുക എന്റെ അമ്മയും അമ്മാവനും ഒക്കെ. മരുമകളെ വരവേൽക്കാൻ എന്റെ വീടും വീട്ടുകാരും ഒരുങ്ങിയിരിക്കുകയാണെന്ന് അർത്ഥം. പിന്നെ എന്റെ കാര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് ശാരിക എപ്പോഴേ എന്റെ പെണ്ണാണ്. അവിടെ ഇനി ഒരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടാവില്ല ഒരിക്കലും. അതാണ് എന്റെ തീരുമാനം. അയ്യോ, ഇത്രയൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല സാറേ. അവള് എന്തോ അവളുടെ ബോധക്കേട് കൊണ്ട് പറയുന്നതാ. ഈ ഹോട്ടലും ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ അല്ലേ അവള് കണ്ടിട്ടുള്ളൂ. തെറ്റായിട്ടൊന്നും സാറ് കാണരുത് പ്ലീസ്. ബോബൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം അവളുടെ കുഞ്ഞു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാ. വല്ലാതെ പേടിച്ചുപോയി പാവം. ആ പേടി മനസ്സിൽ നിന്ന് ഇറങ്ങാൻ ഇനിയും സമയമായിട്ടില്ല. അതൊക്കെ അവളുടെ സമയവും സന്ദർഭവും നോക്കി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. സാറൽപ്പം സാവകാശം തന്നാ മതി. സന്തോഷം. ഇങ്ങനൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ ശാരദാമ്മയെ കാത്തിരുന്നത്. കാരണം ശാരദാമ്മയെ മാത്രം വിശ്വസിച്ച് ഞാൻ പോവും. എന്റെ അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും മുന്നില് നാണം കെടുത്തില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിൽ. മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഈ അമ്മയുണ്ടാവും കൂടെ, വിശ്വസിക്കാം. ശരി, താങ്ക് യു വെരി മച്ച്. ഈ പെണ്ണിത് എന്തു ഭാവിച്ച? വരട്ടെ, എല്ലാ സമയമെടുത്ത് വേണം കൈകാര്യം ചെയ്യാൻ.
அண்ணா எவ்வளோ வச்சு கொடுங்க சார், இதுக்கு இப்ப என்ன பேச்சு? வா போ. சரி. എടോ എടോ താനെന്താ ഒരുമാതിരി പന്തം കണ്ട പരിചയ പോലെ? എടോ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഇവിടെ ആരും തന്നെ പിടിച്ചിനൊന്നുമില്ല. വാ ഇങ്ങോട്ട്. നിങ്ങളെ മാത്രം എനിക്കിപ്പോ പേടി. ഈശ്വര, ഇതിന്ന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക? എടോ തന്നോട് വരാൻ പറഞ്ഞില്ലേ? എന്തോ ഇത്, ഇങ്ങോട്ട് വാ. குட் ஈவினிங் சார். வணக்கம் வணக்கம். நாங்க கேரளா வந்து வந்திருக்கு. அப்போ நாளை இங்க ஒரு டெஸ்ட் இருக்கு. அப்போ இந்த நைட்டுக்கு ரூம் கிடைக்குமா? கிடைக்கும் சார். ரேட் எவ்வளவு வரும்? தாரிஃப் பாத்துங்கோ சார். கப்பிள் சார். ஹனிமூன் பேக்கேஜ் செலக்ட் பண்ணட்டுமா? வேணாம் வேணாம், ஹனிமூன் ஒன்றும் கிடையாது. அது நாங்க இங்க டெஸ்டுக்கு தான் வந்தேன். ஓகே சாரி சார், தப்பா எடுக்க கூடாது. அந்த ரூம் நல்ல வசதியான ரூம், அதுக்கு தான் சொன்னேன். அது மதி, அது மதி. അല്ലേ അത് മതിയില്ലേ? മതി മതി. 1 or 2 റൂം സാർ? ഒരു റൂം. അല്ലല്ല, 2 റൂം. ഇത് തന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. അന്യനാടല്ലേ, രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. ഒന്ന് മതി. അഡ്രസ് സാർ? ID proof sir? ID. Da. ഇങ്ങേ. മാഡം, ഉങ്ക അഡ്രസ്? അല്ല, എന്റെ അഡ്രസ്സും വേണോ? ഗവൺമെന്റ് റൂൾ മാഡം. അഡ്രസ് കൊടുത്തോ? റൂം നമ്പർ 212. 212. Have a nice day, sir. Good night and sweet dreams, sir. Thank you, thank you. വാ. പ്രീതി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ഞാൻ വെറുതെ ന്യൂസൊക്കെ എന്തായെന്ന് നോക്കിയതാ. ആഹാ, അപ്പൊ വിഷ്ണുവേട്ടൻ എവിടെയാണെന്ന് ന്യൂസിലെങ്ങാനും ഉണ്ടായിരുന്നോ? സുസ്മി എന്താ ആളിനെ കളിയാക്കുന്നു? തീർച്ചയായിട്ടും. വിഷ്ണുവേട്ടനെ കൊണ്ട് ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോവാൻ റെഡി ആയിരുന്നതാ ഞാനിവിടെ. ഭാമാന്റിയോട് പറഞ്ഞപ്പോ ഇപ്പൊ വിളിച്ചു വരുത്താന്നും പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് പോയി. എന്നിട്ടും കാണാതിരുന്നപ്പോ നാണം കെട്ട് പിന്നെയും പരാതിയും കൊണ്ട് ചെന്നു ഞാൻ. അപ്പൊ വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫ്. എന്നിട്ടും ആർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ. ഭാമാന്റിയുടെ വാക്കിനെന്താ ഈ വീട്ടിൽ ഇത്രയും വിലയേ ഉള്ളൂന്നാണോ? സുസ്മിത ഇങ്ങനെ ഇതിനത്ര വലിയ ആഗോള പ്രശ്നമൊന്നും ആക്കണ്ട. ഈ വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണ കാര്യങ്ങളാ. വിഷ്ണുവേട്ടൻ ഇതിനു മുൻപുള്ള ഒരുപാട് രാത്രികളിലും വീട്ടിൽ വരാതിരുന്നിട്ടുണ്ട്. അതൊക്കെ മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതുകൊണ്ടാ. മറ്റു ജില്ലകളും സംസ്ഥാനങ്ങളിലേക്കോ? അതെന്താന്ന് മനസ്സിലായില്ല.
പലിശപ്പിരിവിന് പുറമെ വിഷ്ണുവേട്ടൻ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ് വണ്ടി കച്ചവടം. അതിന്റെ ഭാഗമായിട്ടാ പല യാത്രകളും നടത്തേണ്ടി വരുന്നത്. വണ്ടിക്കച്ചവടം പോലും. അവിടെ കച്ചവടം എന്തിന്റെയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയാവൂ. സുസ്മിത എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്ത് ബിസിനസ് ആയാലും ഇങ്ങനെ ആരെയും വീട്ടിൽ നിന്ന് കയറൂരി വിടുന്നത് അത്ര ശരിയല്ലെന്ന് ചിന്തിക്കായിരുന്നു. ആണായാലും പെണ്ണായാലും വീട്ടുകാർക്ക് അവരുടെ മേലൊരു കടിഞ്ഞാണ് വേണം. അല്ലെങ്കിൽ എല്ലാ രാത്രിയും ഒരുപോലെ ആവില്ല. അതോർത്താൽ എല്ലാവർക്കും കൊള്ളാം. അത്ര തന്നെ. നീ എത്ര കടന്ന് തുള്ളിയാലും എന്റെ ഏട്ടന്റെ കാലിൽ കയറ് കെട്ടാന്നുള്ള മോഹം നടക്കില്ല മോളെ. വിഷ്ണുവേട്ടന്റെ കടിഞ്ഞാൽ നിന്റെ കയ്യിൽ കിട്ടാൻ അല്പം പൊളിക്കും. അത് ഓൾറെഡി മറ്റൊരു പെണ്ണിനെ ഏൽപ്പിച്ചു കഴിഞ്ഞതാ. അല്ല, അത് പറഞ്ഞപ്പോഴാലോചിക്കുന്നേ, താൻ ശാലിനിയുടെ ഒപ്പമാണെന്ന് മെസ്സേജ് തന്നിട്ട് ഈ വിഷ്ണുവേട്ടൻ ഇതെവിടെ പോയി? അതും രാത്രി ഇത്ര നേരമായിട്ട്. കുഴപ്പമായി തീരുവോ? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഏതാവത് കൂടുതൽ വേണമോ സാർ? ഇപ്പൊ ഒന്നും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ കൂപ്പിട വിളിക്കാം. റൂം സർവീസ് 101 സാർ. റിസപ്ഷനുക്ക് വേറെ നമ്പർ இருக்கு 999. റെസ്റ്റോറന്റുக்கு போதும் போதும் போதும். நீங்க போகலாம் போகலாம் போகலாம். போயா ഈ 100 കിട്ടാനാ അവങ്ങനെ പരിങ്ങിയുന്നതേ. എടോ, ചെറിയൊരു കൈമട കൊടുത്താലേ മദ്യടക്കം എന്തും കിട്ടും റൂമില്. ഇവിടെ പോലീസുകാർ വരെ 10ഉം 15 കൊടുത്ത് എന്തും ചെയ്യത്രേ. എന്താല്ലേ? എന്താടോ ഇയാൾക്ക് എന്താണ് ഒരു ടെൻഷൻ? അതൊന്നുമല്ല. കുറച്ചു നേരമാണ് ഞാൻ ശ്രദ്ധിക്കുക. സംസാരം തീരെയില്ല. എന്തേലും ചോദിച്ചാലോ മൂളലോ തലയാട്ടലോ. ചിലപ്പോ 1 2 വാക്ക് പറഞ്ഞാലായി. അതെ, എന്തേലും പറ്റി പറ പറ പറ. അല്ല, അത് പിന്നെ പരീക്ഷ എടുക്കും തോറുവേ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. അത്രേ ഉള്ളൂ. ദേ പരീക്ഷ കേളതെ ടക്ക ടക്ക ടക്കേന്ന് പാസ്സാവും. എടോ, ഇയാളല്ലേ പരീക്ഷ എഴുതുന്നത്, പിന്നെന്താ? എനിക്കത് പരിപൂർണ വിശ്വാസ. എക്സാം അല്ല, നിങ്ങൾ ഒറ്റയാളാ ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ. അല്ലടോ, ഇയാള് ഫ്രഷ് ആവുന്നുണ്ടോ? ഇല്ല. എന്താ കുളിച്ച ഉറക്കം വരുന്നു പേടിച്ചിട്ടാ? എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഒരു 5 മിനിറ്റ്. ടോഫിലൊക്കെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒറ്റയ്ക്കൊരു ലോഡ്ജ് റൂമിൽ വന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ നോക്കി. ഇത് അയാളുടെ ജീവിതത്തിൽ പതിവാണെന്ന് തോന്നുന്നു. എന്തൊക്കെ കച്ചവടം നടത്തുന്നെന്ന് ആർക്കറിയാം. ഈശ്വര, ഇന്ന് രാത്രി ഇനി എന്ത് സംഭവിക്കുമെന്ന് പേടിയായിട്ട് വയ്യല്ലോ.